നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒമാനിലെ പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഒരു അത്ഭുതത്തിലേക്കാണ്. കുന്നുകൾക്കും പർവ്വതനിരകൾക്കും ഇടയിൽ നീലക്കടൽ പോലെ പരന്നു കിടക്കുന്ന കുറിയാത്തിലെ വാദി ദൈഖ ഡാം, കുറിയാത്ത് ഡാം എന്നും അറിയപ്പെടുന്നു. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് ഇന്നത്തെ യാത്ര പോകുന്നത്. മസ്കറ്റിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഡാമിലേക്ക് നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും. മസ്കറ്റിൽ നിന്നും സൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറിയാത്ത് എന്ന സ്ഥലത്ത് നിന്നും ഡൈവേഷൻ എടുത്താണ് ഡാമിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. റോഡിൽ സൈൻ ബോർഡുകളൊക്കെ ഉള്ളതുകൊണ്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. വളരെ മനോഹരമായ കാഴ്ചകളാണ് റോഡിൻ്റെ ഇരുവശത്തും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബോറടിക്കാതെ തന്നെ നമുക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾ പോകുന്ന ദിവസം മഴക്കാറുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകാശത്ത് മേഘങ്ങളൊക്കെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു ആ യാത്ര. ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. ഏകദേശം 3 മണി ആ സമയത്താണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് ഇവിടെ ഫ്രീ എൻട്രി ആയിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് 1 റിയാലാണ് ചാർജ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് യാത്ര തുടർന്നു. നല്ല കയറ്റമാണ് മുകളിലേക്ക്. ഏകദേശം 3-4 കിലോമീറ്റർ വരും മുകളിലെത്താൻ. മുകളിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. മെയിൻ എൻട്രൻസ് ആണിത്.
ഇവിടെ ഒരു മനോഹരമായൊരു കവാടമുണ്ട്. ഇവിടെ ഒരു വിശാലമായ പാർക്കിങ്ങും ഒരുക്കിയിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഒരു പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് അടുത്ത തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഒമാനിലെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണിത്. ഏകദേശം 75 മീറ്റർ ഉയരമുള്ള ഈ ഡാം പ്രകൃതിയും മനുഷ്യനിർമ്മിത വൈദഗ്ധ്യവും ഒത്തുചേർന്ന ഒരിടമാണ്. ചുറ്റുമുള്ള പാറക്കൂട്ടങ്ങളും താഴെ തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളവുമാണ് ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത. ഏത് സഞ്ചാരിയുടെയും മനം കവരുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ ഡാം. ഇവിടെ നിന്ന് സൂര്യാസ്തമയം കാണുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കുടുംബവുമായി വന്ന് വൈകുന്നേരം ചെലവഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ സ്ഥലം. ഡാമിൻ്റെ സൈഡിലായി ഒരു വാക്ക് വേയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മേഘങ്ങൾക്കിടയിൽ നിന്നും സൂര്യപ്രകാശം താഴേക്ക് പതിക്കുമ്പോൾ ആ ഡാമിൻ്റെ കാഴ്ച കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കൂടാതെ ഇവിടെ സിപ്പ് ലൈൻ, ബോട്ടിംഗ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനൊക്കെ എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നതാണ്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ താഴ്ഭാഗത്ത് എത്തിച്ചേരാം. ഈ പോകുന്നത് ഡാമിൻ്റെ മെയിൻ ഏരിയയിലേക്കാണ്. ഇവിടെയാണ് ഷട്ടറുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ഷട്ടർ തുറക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും ഈ ഷട്ടർ തുറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ് കാണാൻ വെള്ളം പോകുന്നതൊക്കെ. ഒമാനിലെ ഈ ഡാം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമുക്ക് തരുന്നത്. ഈ മലയുടെ ഇടയിൽ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതം തന്നെയല്ലേ. ഇതൊരു നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ്. ഒരുപാട് പേര് വന്ന് ഫോട്ടോകൾ എടുക്കുന്നത് കാണാം.
ഈ താഴ്ഭാഗത്ത് നല്ലൊരു പച്ചപ്പും കാണാം. എപ്പോഴും വെള്ളം ഒലിച്ചു പോകുന്നതുകൊണ്ടായിരിക്കാം, ഒഴുകി പോകുന്നുണ്ട് ഡാമിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഭാഗത്ത് നല്ല പച്ചപ്പും ഫാമുകളൊക്കെ ഉണ്ട്. ഈന്തപ്പന തോട്ടങ്ങളൊക്കെ ആ സൈഡിൽ കാണാൻ പറ്റുന്നതാണ്. അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ ഒമാനിലാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു യാത്രയുമായി വീണ്ടും കാണാം. ബൈ ബൈ.